ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഓവർഹെഡ് ലൈൻ ഇൻസുലേറ്റേഴ്സ് എന്നുള്ളതാണ്. സോ നമുക്കറിയാം ട്രാൻസ്മിഷൻ ലൈനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. നമുക്കൊരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്, ഒരു ലോഡ് സെൻറ്റർ ഉണ്ട്. സോ വി ഹാവ് ടു ക്യാരി ദ പവർ ഫ്രം ദ ജനറേറ്റിംഗ് സൈഡ് ടു ദ ലോഡ് സൈഡ്. അതിന് നമുക്ക് എന്തുണ്ട്, ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ട്. ഈ ട്രാൻസ്മിഷൻ ലൈൻസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ അത് ഓവർഹെഡ് ആയിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അണ്ടർഗ്രൗണ്ട് കേബിളും യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് എന്താണ്, ഓവർഹെഡ് ലൈൻ ട്രാൻസ്മിഷൻസ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണ് OH ലൈൻസ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എത്ര വോൾട്ടേജ് ലെവലിന് മേളിലാണ് OH ലൈൻസ് ഉപയോഗിക്കുന്നത്, എത്ര വോൾട്ടേജ് ലെവലിന് താഴെയാണ് അണ്ടർഗ്രൗണ്ട് കേബിൾ നോക്കുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ന് നമുക്ക് നോക്കുന്ന ടോപ്പിക്ക് ഓവർഹെഡ് ലൈൻ ഇൻസുലേറ്റേഴ്സ്. സോ എന്താണ് ഒരു ഓവർഹെഡ് ലൈൻ ഇൻസുലേറ്റർ എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. വി നോ ദാറ്റ് നമുക്ക് സെൻഡിങ് എൻഡിൽ നിന്ന് റിസീവിങ് എൻഡിലേക്ക് പവർ ക്യാരി ചെയ്യുന്നത് എങ്ങനെയാണ്, ഓവർഹെഡ് ലൈൻസ് വഴിയാണ്, ട്രാൻസ്മിഷൻ ലൈൻസ് വഴിയാണ്. ഈ ലൈൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഹൈറ്റിൽ സപ്പോർട്ട് ചെയ്യുന്നത്, വി ഹാവ് ട്രാൻസ്മിഷൻ ടവേഴ്സ് ഈ ടവേഴ്സിൽ കണ്ടക്ടർ കണക്ട് ചെയ്യുന്ന സമയത്ത് ടവർ ഈസ് ആൻ എർത്ത്ഡ് മെറ്റീരിയൽ അല്ലേ, ഒരു മെറ്റാലിക് പാർട്ടാണ്, ഇറ്റ് ഈസ് എർത്ത്ഡ്. സോ ക്യാൻ വി കണക്ട് ദ കണ്ടക്ടർ ഡയറക്ട്ലി ടു ദ ടവറിലേക്ക് ഡയറക്റ്റ് നമുക്ക് കണ്ടക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ, ഒരിക്കലും ഇല്ല. വൈ? If we are connecting the conductor directly to the tower, it will act as a short circuit. അതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. എൻ്റയർ കറണ്ട് എങ്ങോട്ട് ഫ്ലോ ചെയ്യും, ഗ്രൗണ്ടിലേക്ക് ടവർ വഴി ഫ്ലോ ചെയ്യുകയും ചെയ്യും. സോ അങ്ങനെ ഒരു പോസിബിലിറ്റി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് എ സംതിങ് വിച്ച് വിൽ സെപ്പറേറ്റ് ദ ഓവർഹെഡ് ലൈൻ ഫ്രം ദ ട്രാൻസ്മിഷൻ ടവർ. അങ്ങനെയുള്ള സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ഓവർഹെഡ് ലൈൻ ഇൻസുലേറ്റേഴ്സ്. സോ നമ്മൾ ഇവിടെ ഓവർഹെഡ് ലൈൻ ഇൻസുലേറ്റേഴ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് RYB 3 കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ കണ്ടക്ടേഴ്സ് എല്ലാം എങ്ങനെയായിരിക്കും, ട്രാൻസ്മിഷൻ ലൈനിലെ ടവറും തമ്മിൽ ഒരു സെപ്പറേഷനിലായിരിക്കും നിൽക്കുക. ഇനി ഇവിടെ ഈ ടവറിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് മെക്കാനിക്കൽ സപ്പോർട്ട് എവിടെ തന്നെയായിരിക്കും, ഈ ഇൻസുലേറ്റർ ത്രൂ തന്നെയായിരിക്കും. ഇൻസുലേറ്റർ ത്രൂ ആയിരിക്കും ഈ മെക്കാനിക്കൽ സപ്പോർട്ട് ടവറിലേക്ക് കൊടുക്കുന്നത്. സോ ഈവൻ ദോ വി ആർ പ്രൊവൈഡിങ് എ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, there will be a small amount of leakage current that will flow from the conductor through the tower to the ground. സോ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലീക്കേജ് കറണ്ട്. അതിൻ്റെ വാല്യൂ ഒരു വെരി ഹൈ വാല്യൂ ആവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻസുലേറ്ററിൻ്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കണം. സോ ദാറ്റ് ഈസ് വൈ വി വിൽ ഓൾവേസ് യൂസ് മീഡിയം വിത്ത് വെരി ഹൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ വെരി ഹൈ value of insulating property so that the leakage current is always minimized. So hope it is clear. എന്തിനാണ് നമ്മൾ ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. To provide a separation between tower and conductor so that we have to avoid the leakage current to earth. In practical case we cannot perfectly avoid the leakage current. There will be a small amount of leakage current to earth. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, we have a shunt branch consisting of a capacitor and a conductance. സോ ഈ ഷണ്ട് ബ്രാഞ്ച് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ ഷണ്ട് ബ്രാഞ്ചിൽ കൂടെ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ പറഞ്ഞ ലീക്കേജ് കറണ്ട് തന്നെയായിരിക്കും അല്ലേ. സോ ഈ ലീക്കേജ് കറണ്ട് കാരണം ഫ്ലോ ചെയ്യുന്നത് ഇതുവഴിയാണ്, ഒരു കപ്പാസിറ്ററിൽ കൂടിയും ഷണ്ട് സസെപ്റ്റൻസ് അല്ലെങ്കിൽ കണ്ടക്റ്റൻസിൽ കൂടിയുമാണ്. ഈ G and C റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് പോർഷനെയാണ്, നമുക്ക് ഈ ഇൻസുലേറ്റിംഗ് മീഡിയത്തിൽ കൂടിയാണ് ഈ കറണ്ട് ഫ്ലോ ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. സോ ദർ ഈസ് a resistance, small resistance or very high resistance for this insulator. ടവറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ് അല്ലേ. സോ ഈ റെസിസ്റ്റൻസിൻ്റെ 1/, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു കണ്ടക്റ്റൻസ് കിട്ടും. ആ കണ്ടക്റ്റൻസ് ആണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, G റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ G ഈസ് റെപ്രസെൻറ്റിങ് ദ ഷണ്ട് കണ്ടക്റ്റൻസ്. സോ ദാറ്റ് ഈസ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇൻസുലേറ്റിംഗ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലായതുകൊണ്ട് തന്നെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ദാറ്റ് ഈസ് വൈ മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മൾ എന്ത് ചെയ്യും, ഈ ജിയെ നെഗ്ലക്ട് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ പ്രോപ്പർട്ടീസ് ഓഫ് ഓവർഹെഡ് ലൈൻ ഇൻസുലേറ്റർ. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണുള്ളത്, ഇറ്റ് ഷുഡ് ഹാവ് എ ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്. എന്തുകൊണ്ടാണ് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് വരണമെന്ന് പറയാനുള്ള കാരണം, ബിക്കോസ് അവർ ടവറിലുള്ള ഒരു ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ക്രോസ് ആം.
ഈ ക്രോസ് ആമിലാണ് നമ്മളുടെ ഇൻസുലേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. ഈ ഇൻസുലേറ്റേഴ്സിൻ്റെ ഏറ്റവും ബോട്ടം എൻഡിലായിരിക്കുന്ന എന്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ട്രാൻസ്മിഷൻ ലൈനിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ എൻ്റയർ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വെയിറ്റ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്, ഈ ഇൻസുലേറ്റർ ത്രൂ ആണ്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കലി സ്ട്രോങ് അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ വെയിറ്റ് കാരണം ഇത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വൈ വി നീഡ് മെറ്റീരിയൽ ഓഫ് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്. വൈ വി നീഡ് ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്യുന്ന ലീക്കേജ് കറണ്ടിൻ്റെ വാല്യൂ മിനിമം ആയിരിക്കണമെങ്കിൽ ഈ ഇൻസുലേറ്ററിൻ്റെ ഡൈഇലക്ട്രിക് വാല്യൂ എന്തായിരിക്കണം, വെരി ഹൈ വാല്യൂ ആയിരിക്കണം. ദാറ്റ് ഈസ് വൈ വി നീഡ് എ മെറ്റീരിയൽ ഓഫ് ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്ത സ്ലൈഡ്സിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. നൗ വി ഹാവ് ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ്, ഹൈ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ലീക്കേജ് കറണ്ടിനെ മിനിമൈസ് ചെയ്തിട്ടുള്ളൂ. ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ത്, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്നുള്ള വാല്യൂ. നൗ ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ ഇംപ്യൂരിറ്റീസ്. എന്തുകൊണ്ടാണ് ഇതിൽ ഇംപ്യൂരിറ്റീസ് ഉണ്ടാവാൻ പാടില്ല, പ്യുവർ മെറ്റീരിയൽ ആവണമെന്ന് പറയാനുള്ള കാരണം, ബിക്കോസ് ട്രാൻസ്മിഷൻ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് വെരി ഹൈ വോൾട്ടേജ് ആണ്. ആ വോൾട്ടേജിൽ ഇവിടെ ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാം, ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലീക്കേജ് കറണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം, കൂടാനുള്ള ചാൻസും ഉണ്ട്. അത് മാത്രമല്ല, ഇഫ് എ വോൾട്ടേജ് സർജ് ഒക്കേഴ്സ്, ഒരു ഹൈ വോൾട്ടേജ് സർജ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചുറ്റിനും ഉള്ള എയർ കണ്ടക്ട് ചെയ്യലും ഈ സർഫസിൽ കൂടി കറണ്ട് ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ നമുക്ക് ആർക്കിംഗ് ഫിനോമിനൻ പറയാറുണ്ട്, ഫ്ലാഷ് ഓവർ എന്ന് പറയാറുണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. You should know that why it should not contain impurities എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി it should be a non-hydroscopic material. What do you mean by non-hydroscopic material? A material which should not absorb water. വാട്ടറിനെയും മോയ്സ്ചറിനെയും അബ്സോർബ് ചെയ്യാത്ത മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, ഇൻസുലേറ്റേഴ്സിന് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്, ഡ്യൂറിങ് റെയിനി സീസൺ ഈ ഇൻസുലേറ്റർ വാട്ടർ അബ്സോർബിങ് മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് പറ്റും, വാട്ടറിനെ അബ്സോർബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ മോയ്സ്ചറിൽ കൂടി കണ്ടക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ കണ്ടക്ഷൻ ഷുഡ് ബി മിനിമം. ദാറ്റ് ഈസ് വൈ it should be non-hydroscopic. Now it should be chemically inactive so that corrosion is minimized. Now it should have a high safety factor. Safety factor എന്താണെന്ന് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. So only thing you have to remember is value of safety factor should be high. സോ നമുക്ക് നോക്കാം ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. സോ കോമൺലി യൂസ്ഡ് മെറ്റീരിയൽസ് ഫോർ ഇൻസുലേറ്റേഴ്സ് ആർ porcelain. Porcelain is the most commonly used material. Now we have toughened glass. Toughened glass എന്ന് പറയുന്നത് ഗ്ലാസിനെ തന്നെ നമുക്കൊരു കെമിക്കലി ഒരു ഹയർ ഗ്രേഡ് ഓഫ് ഗ്ലാസ് ആണ്. പക്ഷേ ഈ ടഫൻ ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഒരു വെരി ഹൈ വോൾട്ടേജിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. യൂഷ്വലി പറയുകയാണെങ്കിൽ നമുക്കൊരു 14 kV per millimeter വരെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് നമുക്ക് കിട്ടാറുണ്ട് ഗ്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ. We will get 14 kV per mm of dielectric strength നമുക്ക് കിട്ടാറുണ്ട്. പോർസലിൻ ആണെങ്കിൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ, we will get a value of 6.5 kV per mm വരെയുള്ള ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നാം എന്താണ് ഇത് ടഫൻഡ് ഗ്ലാസ് അല്ലേ കൂടുതൽ നല്ല മെറ്റീരിയൽ. പക്ഷേ കോസ്റ്റ് എഫക്റ്റീവ് നോക്കുകയാണെങ്കിലും ഹയർ വോൾട്ടേജ് റേറ്റിംഗിലേക്ക് ഉപയോഗിക്കാൻ എന്ത് പോസിബിൾ അല്ല, ടഫൻഡ് ഗ്ലാസിനെ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കൂടുതലാണെങ്കിലും എന്താണ് വെരി ഹൈ വോൾട്ടേജിലേക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഇറ്റ് ഈസ് നോട്ട് കോമൺലി യൂസ്ഡ് എബോവ് ദ വോൾട്ടേജ് ഓഫ് സം 33 kV. 33 kVക്ക് എബോവ് ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാറില്ല, ടഫൻഡ് ഗ്ലാസിനെ യൂസ് ചെയ്യാറില്ല. കൂടുതൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്, പോർസിലിൻ തന്നെയാണ്. അടുത്തൊരു മെറ്റീരിയലാണ് എപ്പോക്സി റെസിൻ. അതേപോലെ തന്നെ മറ്റൊരു മെറ്റീരിയലാണ് സ്റ്റിയറ്റൈറ്റ്. സോ മഗ്നീഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കൂടുതലുള്ള മെറ്റീരിയലാണ് സ്റ്റിയറ്റൈറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയലാണ്. സോ ഹൈ ടെൻഷൻ വരുന്ന ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓൺലി യു ഹാവ് ടു റിമെമ്പർ ദ നെയിം. ഇറ്റ് ഈസ് സ്ട്രെയിൻ ഇൻസുലേറ്റർ.
സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സിലെല്ലാം എന്താണ് വരുന്നത്? ഹൈ ടെൻഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഇൻസുലേറ്റർ മേക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാം. ബട്ട് ഔട്ട് ഓഫ് ഓൾ ദീസ് ഫോർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ ഈസ് പോർസലിൻ. സോ ഒരു ഓപ്ഷൻ അങ്ങനെ ചോദിക്കുകയാണ് ഏത് മെറ്റീരിയലാണ് ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി പോർസലിൻ. We can move on to types of overhead line insulators. Mainly 5 type of overhead line insulators ആണുള്ളത്. Pin type insulator, suspension type insulator, strain insulator, shackle insulator and stay insulator or egg type insulator. ഓരോന്നിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ പിൻ ഇൻസുലേറ്റർ എന്ന് പറയുന്ന ഇൻസുലേറ്റർ. നമ്മൾ നോർമലി കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മുടെ വീടിനടുത്തൊക്കെയുള്ള ടവേഴ്സിൽ ടോപ്പിൽ നമുക്ക് ഒരു 11 kV ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടെങ്കിൽ ആ 11 kV ലൈനൊക്കെ നമ്മൾ പാസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ ഒരു ഇൻസുലേറ്റർ ഉണ്ടാവും. ആ ഇൻസുലേറ്റർ ഒരു പിൻ വെച്ചിട്ടായിരിക്കും എങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്? ക്രോസ് ആമിലേക്ക് കണക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന് പറയുന്ന പേരാണെന്ത്? പിൻ ഇൻസുലേറ്റർ. വി ഹാവ് എ പിൻ ഓൺ ദ ബോട്ടം സൈഡ്. ഈ പിന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്രോസ് ആമിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ കണ്ടക്ടർ നമ്മൾ പ്ലേസ് ചെയ്യുന്ന എവിടെയായിരിക്കും? ദർ വിൽ ബി എ ഗ്രൂവ് ഓൺ ദ ടോപ്പ് ഓഫ് ദ പിൻ ഇൻസുലേറ്റർ. ആ ഗ്രൂവിൽ കൂടി ആയിരിക്കും എന്ത് പാസ് ചെയ്യുന്നത്? കണ്ടക്ടർ പാസ് ചെയ്യുന്നത്. ഈ കണ്ടക്ടർ ഇവിടുന്ന് ഡിസ്പ്ലേസ് ആയി പോവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഇവിടെ അലൂമിനിയം കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യും? ടൈ ചെയ്ത് ഇവിടെ വെക്കുകയും ചെയ്യും. സോ ദീസ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആർ കോൾഡ് പിൻ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. സോ ദിസ് ഈസ് വാട്ട് വി കോൾഡ് ആസ് പിൻ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. സോ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദേ ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ വോൾട്ടേജ് റേറ്റിംഗ് ലെസ് ദാൻ 33 kV. 33 kVക്ക് താഴെയുള്ള ലൈൻസിൽ മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുള്ളൂ? പിൻ ടൈപ്പ് ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്നു. സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ ഡിഫറെൻറ്റ് പോർഷൻസ് ഉണ്ട് അല്ലേ. ഇതിന് നമ്മൾ ഒരു പോർഷന് നമ്മൾ പറയുന്ന പേരാണ് ഷെൽ. സോ ഈ 3 ഷെൽസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ 3 ഷെല്ലും കൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് അല്ലേ. സോ ഇതെന്ന് പറയുന്നത് മോൾഡ് ചെയ്തിരിക്കുന്ന ഒറ്റ ഒരു സിംഗിൾ, ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ഷെല്ല് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു ഷെല്ല് മാത്രമായിട്ട് മാറ്റി വെക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. നമുക്ക് മൊത്തത്തിൽ ഈ ഒരു പിൻ ഇൻസുലേറ്റർ മുഴുവനായിട്ട് മാറ്റാനുള്ള പോസിബിലിറ്റിയേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് അല്ലേ. നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമായിട്ട് മാറ്റി വെക്കാൻ സാധിക്കുന്ന ഒരു കേസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മോർ കംഫർട്ടബിൾ. നമുക്ക് കൂടുതൽ റിലയബിലിറ്റി കിട്ടിയേനെ. ഇനി ഇങ്ങനെ ഒരു പ്രോബ്ലം എന്തിനുണ്ട്? പിൻ ഇൻസുലേറ്ററിന് ഉണ്ട്. ഇനി നമുക്കിവിടെ കാണാം, ഈ പിൻ ഇൻസുലേറ്ററിന് ഡിഫറെൻറ്റ് ഷെൽസിൽ ഏറ്റവും ടോപ്പ് ഷെല്ലാണ് എന്ത്? ഹയർ സൈസ് ആയിട്ടുള്ളത് അല്ലേ. ഈ ടോപ്പ് ഷെൽ എന്ന് പറയുന്നത് ലോവർ ഷെല്ലിനേക്കാൾ എന്താണ്? വലുപ്പത്തിൽ കൂടുതലാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുത്തിരുന്നത്? സോ ഇറ്റ് ഈസ് ഓൺലി ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം ദ റെയിൻ വരുന്ന സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് ഷെല്ല് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നനയുള്ളൂ. ബാക്കിയുള്ള ഷെല്ലെല്ലാം എന്ത് ചെയ്യാം? റെയിനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ആയിട്ടിരിക്കും. സോ ദാറ്റ് ഈസ് വൈ ദ ടോപ്പ് ഷെൽ ഹാവ് ഹയർ ഏരിയ ഉള്ള ഷെല്ലാണ് ടോപ്പ് ഷെല്ലായിട്ട് യൂസ് ചെയ്യുക. സോ ഇത്രയും പോയിന്റ്സ് ആണ് ഷെൽ ടൈപ്പ് ഇൻസുലേറ്റർ പിൻ ടൈപ്പ് ഇൻസുലേറ്ററിൽ നിന്ന് ഓർത്തിരിക്കേണ്ടത്. സോ മാക്സിമം വോൾട്ടേജ് ലെവൽ ഈസ് 33 kV. 33 kV വരെയുള്ള ലൈൻസിൽ മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കാവുള്ളൂ? പിൻ ടൈപ്പ് ഇൻസുലേറ്റർ യൂസ് ചെയ്യാറുള്ളൂ. അടുത്ത ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ. സോ ആസ് ദ നെയിം സജസ്റ്റ്, ഇത് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാൻസ്മിഷൻ ടവേഴ്സിൽ കണ്ടിട്ടുള്ള ഇൻസുലേറ്റേഴ്സ് ആണ് എന്ത്? സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്. സോ നമുക്ക് ഉള്ള ടവറിൽ നമുക്കൊരു എക്സ്റ്റെൻഡഡ് സ്ട്രക്ചർ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ക്രോസ് ആം. ഈ ക്രോസ് ആമിൽ നിന്ന് നമ്മളിങ്ങനെ സസ്പെൻഡ് ചെയ്ത് കുറേ ഷേപ്പ് ഓഫ് എ സ്ട്രിങ് ഓഫ് ഡിസ്ക് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ലാസ്റ്റ് ഡിസ്കിലായിരിക്കും നമ്മൾ എന്ത് കണക്ട് ചെയ്യുക? നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിനെ കണക്ട് ചെയ്യുക. സോ ഇങ്ങനെ ഒരു സ്ട്രിങ് ഓഫ് ഡിസ്ക്സിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പറയുന്ന പേരാണ് എന്ത്? സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ. സോ ഡിസ്ക് കണക്റ്റഡ് ബൈ മെറ്റൽ ലിങ്ക് ടു ഫോം എ ഫ്ലെക്സിബിൾ സ്ട്രിങ്. ഇനി ഇവിടെ നമ്മൾ പിൻ ടൈപ്പിന്റെ കേസിൽ പറഞ്ഞ എന്താണ്? എല്ലാം ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ടാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണോ? അല്ല, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസ്ക്, ഡിഫറെന്റ് ഡിസ്ക്സ് ആർ
കണക്റ്റഡ് ബൈ മെറ്റൽ ലിങ്ക്സ്. രണ്ട് ഡിസ്കിനെ മെറ്റൽ ലിങ്ക് വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ട്രിങ്ങിനെ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഇഫ് വൺ ഓഫ് ദ ഡിസ്ക് ഫെയിൽസ്, ഏതെങ്കിലും ഒരു ഡിസ്ക് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്ത് പുതിയ ഡിസ്ക് ഇടുകയാണെങ്കിൽ സ്ട്രിങ്ങിൻ്റെ വീണ്ടും പഴയ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ്. പിൻ ടൈപ്പ് ഇൻസുലേറ്ററിന് ഇല്ലാതിരുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് സസ്പെൻഷൻ ടൈപ്പിന് ഉള്ളത്. അത് മാത്രമല്ല എന്ത് ചെയ്യാം, ഇവിടെ നമ്പർ ഓഫ് ഡിസ്ക്സ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം കൂടുതൽ ഹൈ വോൾട്ടേജ് ഉള്ള ലൈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ നമ്പർ ഓഫ് ഡിസ്ക്സ് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്തിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. സോ ദിസ് ഇസ് വാട്ട് ദ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു പിൻ ടൈപ്പ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബിലോ 33 ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 33 kV ലൈനിൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പിൻ ടൈപ്പ് ഇൻസുലേറ്ററിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എബോവ് 33 kV ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക, we have to go for this type of insulator, that is suspension type of insulators. Voltage rating is greater than 33 kV, then different type of metal links are different type of discs are connected by metallic links between them to form a string. This string is suspended from the cross arm. At the last string നമുക്ക് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, കണ്ടക്ടറിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. This type of arrangement is known as suspension type of insulator. So hope it is clear. ഇനി നമുക്ക് അടുത്ത ഒരു ടൈപ്പിലേക്ക് പോവാം. സോ ഇതും നമ്മൾ നോർമലി വീടിനടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിലും കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ ആണ്, ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ. സോ ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്ററിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഇവിടെ കണ്ടക്ടർ കണക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും, ഈ ഒരു സെക്ഷനിലായിരിക്കും. ഇങ്ങനെയായിരിക്കും കണ്ടക്ടർ കണക്ട് ചെയ്യുക. സോ നമുക്കറിയാം ഇപ്പോൾ ഒരു ടവർ, ഇവിടെ ഒരു ടവർ കാണിച്ചിട്ടുണ്ട്. സോ ഒരു ലൈനിൽ മെറ്റാലിക് സ്ട്രക്ചർ വെച്ച് നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം. ഈ ടോപ്പ് സ്ട്രക്ചർ വെച്ചിട്ട് ടവറിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടുന്ന് വരുന്ന ട്രാൻസ്മിഷൻ ലൈനെ നമ്മളിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നു. ഇനി തൊട്ടടുത്ത ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും പോവുക. അതിനെ അടുത്ത ഒരു ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്ററിലേക്ക് കണക്ട് ചെയ്യും. ഇനി ഈ രണ്ട് ഇൻസുലേറ്റേഴ്സും വെച്ചിട്ട് ഈ കണ്ടക്ടറിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടിയിട്ടുണ്ടോ, ഇല്ല. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി ഒരു കണ്ടക്ടർ വെച്ച് ഞാൻ ഈ രണ്ട് ലൈനെ ജോയിൻ ചെയ്യും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ജമ്പർ. വി കോൾ ഇറ്റ് ആസ് ജമ്പർ. സോ ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്നിടത്തെല്ലാം എന്തുണ്ടായിരിക്കും, ഒരു ജമ്പർ കണ്ടക്ടർ ഉണ്ടായിരിക്കും. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇത് എപ്പോഴായിരിക്കും ഇതിൻ്റെ ആവശ്യം വരിക എന്നുള്ളതാണ്. whenever we have a turning or crossing of road or river ക്രോസിംഗ് ഒക്കെ വരുന്ന കേസിൽ, അതേപോലെ തന്നെ ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കുറേ ലൈൻസ് ഇങ്ങനെ പോവാണ്. സോ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ടവർ, ഏറ്റവും ലാസ്റ്റ് ടവറിൽ എങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് സസ്പെൻഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടവറിൽ എന്തായിരിക്കും, ഇങ്ങോട്ടായിരിക്കും നമ്മുടെ ടെൻഷൻ ആക്ട് ചെയ്യുക. സോ ഇൻ ദാറ്റ് കേസസ്, ദാറ്റ് ഈസ് at the end poles of the transmission ലൈനിൻ്റെ ഏറ്റവും എൻഡിൽ വരുന്ന ടവറിൽ, അങ്ങനെയൊക്കെയുള്ള കേസിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദീസ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ് വെൻ വി ഹാവ് ഷാർപ്പ് ടേൺസ്, റിവർ ഓർ റോഡ് ക്രോസിംഗ് ഓർ എൻഡ് പോൾസ് ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ. സോ ഈ ടവറിൻ്റെ ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ എൻഡിലുള്ള ടവറിലോ റിവർ റോഡ് ക്രോസിങ്ങിലോ ഒരു ടേൺ വരുന്ന കേസിലോ ഒക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, വോൾട്ടേജ് റേറ്റിംഗ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11 kV. 11 kVയോ അതിൽ താഴെയുള്ള വോൾട്ടേജ് റേറ്റിംഗ് മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കുള്ളൂ, ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നോർമലി നമുക്കൊരു ഡൗട്ട് തോന്നാം, if there is a sharp turn but the transmission line has a voltage of somewhat around 110 kV, 110 kVയിലുള്ള ഒരു ട്രാൻസ്മിഷൻ ടവറിലാണ്, ഈ ഒരു ട്രാൻസ്മിഷൻ ലൈനിലാണ് ഈ ഒരു ഷാർപ്പ് ടേണിൻ്റെ ആവശ്യം വരുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷാക്കിൾ ടൈപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേറൊരു ടൈപ്പ് ഇൻസുലേറ്റർ ഉപയോഗിച്ചേ പറ്റൂ. ദാറ്റ് ഈസ് വാട്ട് ദ നെക്സ്റ്റ് വൺ വിച്ച് ഈസ് നോൺ ആസ് സ്ട്രെയിൻ ഇൻസുലേറ്റർ. സോ ഈ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് നമ്മൾ ടവറിൽ കൂടുതൽ കണ്ടിട്ടുണ്ടാവും. സോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ്, ഇവിടെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ വന്നിട്ട്
വേറെ ഒരു ഡയറക്ഷനിലാണ് ഈ ലൈൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദർ ഈസ് എ ടേണിംഗ് അല്ലേ, ഒരു ടേണിംഗ് ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ ടവറിലെ ഈ കണ്ടക്ടറിലെ ടെൻഷൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ടവറിലേക്ക് ക്രോസ് ആമിലേക്ക് കണക്ട് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? ഒരു സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് വൈ വി വിൽ യൂസ് എ സ്ട്രെയിൻ ടൈപ്പ് ഇൻസുലേറ്റർ. സോ സിമിലർ ടു സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ, if the discs are connected to form a string and the string is horizontally placed, horizontally ആണ് സ്ട്രിങ്ങിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സ്ട്രെയിൻ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ എന്ന് പറയാം. സോ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ്, ഈ കണ്ടക്ടറിനെ ഈ കണ്ടക്ടറിലും കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു എക്സ്റ്റേണൽ ജമ്പർ യൂസ് ചെയ്തിട്ടാണ്. സോ വി ആർ യൂസിങ് എ external jumper here to continue to make the continuity between these two conductors. So hope it is clear. ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്താ? ജമ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കാണാം RYB മൂന്ന് ഫേസിലും ഉള്ള കണ്ടക്ടേഴ്സിനെ എന്താണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ വെച്ചിട്ടാണ് ടവറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് വാട്ട് ദ ജമ്പർ ഓഫ് നെക്സ്റ്റ് ഫേസ് ആൻഡ് യു ഹാവ് വൺ മോർ ജമ്പർ ഹിയർ which is not visible here. Okay, so this is the tower. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഏതാണ്? 11 kV കൂടുതലായിരിക്കും. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന എവിടെയാണ്? ഷാർപ്പ് ടേൺസ്, റിവർ ക്രോസിങ്, എൻഡ് പോൾസ് ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ എപ്പോൾ വോൾട്ടേജ് റേറ്റിംഗ് 11 kV കൂടുതലാണെങ്കിൽ അവിടെ ഏത് ഇൻസുലേറ്റർ ആണ് ഉപയോഗിക്കുന്നത്? സ്ട്രെയിൻ ടൈപ്പ് ഇൻസുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. It is similar to suspension insulator but the discs are arranged horizontally. That is the only difference. So ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. If there is a sharp turn occurs in a transmission line, which type of insulator should be used? ട്രാൻസ്മിഷൻ ലൈൻ എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? വി ഹാവ് ടു ഗോ ഫോർ സ്ട്രെയിൻ ഇൻസുലേറ്റർ ആയിരിക്കും ആൻസർ. ഇനി എസ്പെഷ്യലി എടുത്ത് പറയുകയാണ് 11 kV ലൈൻ അല്ലെങ്കിൽ ബിലോ 33 kV ലൈനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷാർപ്പ് ടേൺ ഒക്കെ ഒക്കർ ചെയ്യുന്ന സമയത്ത് എൻഡ് പോളിൽ ഏത് ഇൻസുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഷുഡ് ബി ഷാക്കിൾ ടൈപ്പ്. വൈ? ബിക്കോസ് കൂടുതൽ ഇൻസുലേറ്റേഴ്സും ഏതാണ്? സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് ആണ് അല്ലേ. നമുക്ക് ലൈൻ എന്ന് പറയുന്നത് 11 kV കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 33 kV ഉണ്ട്, 66 ഉണ്ട്, 110 ഉണ്ട്, 220 ഉണ്ട്, 400 kV ഉണ്ട്, അങ്ങനെ ലൈൻസ് പോകുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് കൂടുതൽ വോൾട്ടേജും എവിടെയാണുള്ളത്? 11 kVയേക്കാൾ കൂടുതലായിട്ടുള്ള ആ ഒരു റീജിയനിലാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഷാർപ്പ് ടേൺസ് വരുമ്പോൾ ഏത് ഇൻസുലേറ്റർ ആണ് ഉപയോഗിക്കുന്നത്? സ്ട്രെയിൻ ഇൻസുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും ടേംസ് നമ്മളൊന്ന് ഓർത്തിരിക്കാം. ലാസ്റ്റ് ഇൻസുലേറ്റർ ദാറ്റ് വി ആർ യൂസിങ് ഈസ് സ്റ്റേ ഇൻസുലേറ്റർ ഓർ എഗ് ഇൻസുലേറ്റർ. Can you tell me what is a stay wire? Can you tell me what is a stay wire? A stay wire എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള ട്രാൻസ്മിഷൻ ടവേഴ്സിനെ മെക്കാനിക്കലി നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിന് പറയുന്ന പേരാണ് എന്ത്? സ്റ്റേ വയർ. സ്റ്റേ വയറിൽ കൂടി എന്തെങ്കിലും സപ്ലൈ പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സ്റ്റേ വയർ എന്ന് പറയുന്നത് ഒരു സപ്ലൈ പാസ് ചെയ്യാത്ത ലൈനാണ്. പക്ഷേ ഇൻ കേസ് ഇഫ് യു ഹാവ് ലൈവ് കണ്ടക്ടർ ഹിയർ, ഇൻ കേസ് ഈ കണ്ടക്ടർ ഈ സ്റ്റേ വയറിലേക്ക് ടച്ച് ചെയ്താൽ എന്ത് പറ്റും? there will be a current flowing from the live conductor through the stay wire to ground. സോ അതെന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഫോൾട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഇത് മാത്രമല്ല, ഇവിടെ നമ്മൾ ആരെങ്കിലും ഒരാൾ ടച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതെന്താണ്? ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ദ ഹെൽത്ത് ഓഫ് പേഴ്സൺ ഹു ഈസ് ടച്ചിങ് ഹിയർ. സോ ഹി വിൽ ഗെറ്റ് എ ഷോക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി, ഈ ഒരു ഫോൾട്ടിൻ്റെ പോസിബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സ്റ്റേ വയറിൽ we will place a insulator. അങ്ങനെ സ്റ്റേ വയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ എന്ന് പറയുന്ന പേരാണ് എന്ത്? സ്റ്റേ ഇൻസുലേറ്റർ ഓർ എഗ് ഇൻസുലേറ്റർ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. സോ ഈ രണ്ട് ലൈൻസിനെ എന്താണ് ഇലക്ട്രിക്കലി ഐസൊലേറ്റ് ചെയ്യാം. ഇവിടുന്ന് ഐസൊലേറ്റ് ചെയ്യാണ് എന്ത്? എഗ് ഇൻസുലേറ്ററിന്റെ ഫംഗ്ഷൻ. സോ ദാറ്റ് ഈവൻ ഇഫ് ദ ലൈൻ ടച്ചസ് ദ സ്റ്റേ വയർ, എങ്ങോട്ടാണ്? ഗ്രൗണ്ടിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാതെ ഇരിക്കും. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ദ സ്റ്റേ ഇൻസുലേറ്റർ ഓർ എഗ് ഇൻസുലേറ്റർ. It avoids the ground fault if the live conductor comes in contact with the stay wire. That is the purpose of the stay insulator or egg insulator. So hope it is clear. These are the types of insulators. ഇനി നമ്മൾ സസ്പെൻഷൻ ഇൻസുലേറ്റർ അല്ലെങ്കിൽ സ്ട്രെയിൻ ടൈപ്പ് ഇൻസുലേറ്റർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? നമ്പർ ഓഫ് ഇൻസുലേറ്റേഴ്സ് ഇൻ എ സ്ട്രിങ്
is always depending upon the voltage rating. Voltage rating of line കൂടുകയാണെങ്കിൽ അതനുസരിച്ച് എന്തും കൂട്ടണം, ഒരു സ്ട്രിങ്ങിലുള്ള ഡിസ്കിൻ്റെ എണ്ണവും നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടിക്കൊണ്ടുവരണം. സോ ദാറ്റ് മീൻസ് അതിന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടേബിളാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. സോ ഇഫ് ദ ലൈൻ വോൾട്ടേജ് is 66 kV, suspension type insulator, the number of discs that is required in a suspension type insulator, ഒരു string of suspension type insulatorൽ എത്ര ഡിസ്ക് വേണം, 5 ഡിസ്ക് വേണം. സ്ട്രെയിൻ ടൈപ്പ് ആണെങ്കിലോ it should be 6, we need one more disk. 133 kV ലൈൻ ആണെങ്കിൽ, സസ്പെൻഷൻ ടൈപ്പ് ആണെങ്കിൽ 9 ഡിസ്ക്, സ്ട്രെയിൻ ടൈപ്പ് ആണെങ്കിൽ 10 ഡിസ്ക്. 220 kV ആണെങ്കിൽ 13 to 15, സ്ട്രെയിൻ ടൈപ്പ് ആണെങ്കിൽ 14 to 16. 400 kV ലൈൻ ആണെങ്കിൽ it should be 20 to 25 for suspension insulator, 23 to 26 for strained insulator, and for 765 kV line, suspension insulator should have 35 discs, and strain type insulator should have 36 discs. So ഈ നമ്പറും നമ്മൾ പ്രാക്ടിക്കൽ നമ്പേഴ്സ് ആണ്. യു ഹാവ് ടു റിമെമ്പർ ദിസ്. യൂഷ്വലി ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിക്കാറില്ല, എങ്കിൽ പോലും പ്രാക്ടിക്കൽ നമ്പേഴ്സ് നമ്മൾ ഓർത്തിരിക്കാം. സോ നോർമലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു 66 kV ലൈനിൽ എത്ര ടൈപ്പ് ഓഫ് എത്ര നമ്പർ ഓഫ് ഡിസ്ക് ആണ് ഉള്ളത്. നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നത് എന്താണ്, 11 kV ഡിസ്ക് ആണെങ്കിൽ 66/11 6 എന്ന് പറഞ്ഞ ആൻസർ എഴുതാം. പക്ഷേ അത് തെറ്റാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ലൈൻ വോൾട്ടേജ്. പക്ഷേ ഒരു സ്ട്രിങ്ങിന് അക്രോസ് ഒക്കെ എറിയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ദ ലൈൻ വോൾട്ടേജ്, ഇറ്റ് വിൽ ബി ഫേസ് വോൾട്ടേജ്. സോ നമുക്ക് അറിയാം സ്ട്രിങ് ഇങ്ങനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ടവർ ഇവിടെയുണ്ട്. സോ the voltage between one conductor and tower, this is the voltage, that should be the phase voltage, it is not the line voltage. Whenever we are saying 66 kV line, that means line voltage is 66 kV. What will be the voltage across the string? That will be 66/√3. phase voltage എന്ന് പറയുന്നത് 66/√3 ആയിരിക്കും. So that is the relation between line voltage and phase voltage. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിങ് വിൽ ബി ഫേസ് വോൾട്ടേജ്, നോട്ട് ദ ലൈൻ വോൾട്ടേജ്. നമുക്ക് അടുത്ത ഒരു സെക്ഷനൂടെ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഫ്ലാഷ് ഓവർ ഓർ പങ്ക്ചർ ഓഫ് ദി ഇൻസുലേറ്റർ? ഓക്കെ, സോ യൂഷ്വലി നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻസിൽ എപ്പോഴും എന്തുണ്ടാവുന്നുണ്ട്, വോൾട്ടേജ് സർജസ് ഉണ്ടാവാറുണ്ട്. വോൾട്ടേജിൻ്റെ ഒരു ഹൈ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് ഉണ്ടാവാറുണ്ട്. ദാറ്റ് മേ ബി ഡ്യൂ ടു 2 reasons. One reason is lightning that is striking on the line. സോ ഒരു ഇടിമിന്നൽ ലൈനിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഹൈ വോൾട്ടേജ് ഇൻക്രീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ലൈറ്റ്നിങ് സർജ്. സെക്കൻഡ് കേസ് ഈസ് if we are suddenly switching off a line, ഒരു ലൈനിൽ പെട്ടെന്ന് ലോഡിനെ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, there may be a sudden increase in the voltage, that is known as switching surges. സോ ഈ രണ്ട് സർജ് കാരണവും ഹൈ വോൾട്ടേജ് ലൈനിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഹൈ വോൾട്ടേജ് ലൈനിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലം എന്താണ്, നമ്മുടെ ഇൻസുലേറ്റേഴ്സിൻ്റെ ഏറ്റവും ലോവർ പോർഷനിലാണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ടർ പാസ് ചെയ്യുന്നത്. ഈ കണ്ടക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വോൾട്ടേജ് ലെവലിലായിരിക്കും. അതിലും കൂടുതൽ ഒരു വെരി ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രോബ്ലം, ഇൻസുലേറ്റർ വിൽ ഒപ്പോസ് ദ ഫ്ലോ ഓഫ് കറണ്ട് അല്ലേ. ഇവിടെ ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഇങ്ങോട്ടുള്ള ലീക്കേജ് കറണ്ടിൻ്റെ പോസിബിലിറ്റിയും കൂടി വരികയാണ്. പക്ഷേ ഇൻസുലേറ്റർ ഒരു വിധത്തിൽ എന്താണ്, കണ്ടക്ട് ചെയ്യാതെ പിടിച്ചു നിൽക്കുകയാണ്. ബട്ട് ദർ വിൽ ബി എ പോസിബിലിറ്റി ദാറ്റ് ദ എയർ സറൗണ്ടിങ് ദ ഇൻസുലേറ്റർ മേ കണ്ടക്ട്. എയർ സറൗണ്ടിങ് ദ ഇൻസുലേറ്റർ എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്താണ് കാരണം, 30 kV/cm ആ ഒരു വാല്യൂ ഓഫ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്തിനുള്ളൂ, എയറിനുള്ളൂ. അതിൽ കൂടുതൽ ഒരു വെരി ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതിന് ചുറ്റുമുള്ള എയർ എന്ത് ചെയ്യാൻ തുടങ്ങും, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് വൈ ദർ വിൽ ബി എ കണ്ടക്ടിങ് പാത്ത് through the air which is surrounding the insulator, and the current will flow through the tower to the ground. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് ഫ്ലാഷ് ഓവർ ഓഫ് ദ insulator. So whenever there is a high voltage surge occurs, due to which air around the insulator may ionize and a conducting path or arc is formed between the line and the tower. This is known as the flashover. So insulator around ulla
എയർ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ, എയറിന് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്ത് എയർ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫിനോമിനന് പറയുന്ന പേരാണെന്ത്? ഫ്ലാഷ് ഓവർ ഓഫ് ദി ഇൻസുലേറ്റർ. ഇങ്ങനെ ഫ്ലാഷ് ഓവർ ഒക്കർ ചെയ്താലുള്ള പ്രോബ്ലം എന്താണ്? വെനെവർ ഫ്ലാഷ് ഓവർ ഒക്കേഴ്സ് ഹൈ ടെമ്പറേച്ചർ ഒക്കേഴ്സ് അല്ലേ? ഈ ഫ്ലാഷ് ഓവർ കാരണം എന്തുണ്ട്? ഹൈ ടെമ്പറേച്ചർ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഹൈ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് ദ ഇൻസുലേറ്റർ വിൽ ഡാമേജ്, ഇൻസുലേറ്റർ ഡാമേജ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി ദാറ്റ് ഈസ് വൺ പോസിബിലിറ്റി. ഫ്ലാഷ് ഓവർ ഒക്കർ ചെയ്താൽ ഇൻസുലേറ്റർ ഡാമേജ് ആവാം, ഡാമേജ് ആവാതിരിക്കാം. ബട്ട് കുറേ കൂടുതൽ ടൈമിലാണ് ഫ്ലാഷ് ഓവർ ഒക്കർ ചെയ്യുന്നതെങ്കിൽ ഒബിയസ്ലി ഹീറ്റിംഗ് കാരണം എന്ത് ഡാമേജ് ആവും? ഇൻസുലേറ്റർ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി സപ്പോസ് ഇൻസുലേറ്റർ ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുന്നില്ല, സോറി ദ എയർ ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുന്നില്ല, ഇൻസുലേറ്റർ ഇറ്റ് സെൽഫ് വിൽ കണ്ടക്ട്. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഇൻസുലേറ്റർ ഇറ്റ് സെൽഫ് ഒക്കേഴ്സ് സോ ദാറ്റ് ഇൻസുലേറ്റർ വിൽ കണ്ടക്ട്. ഇൻസുലേറ്ററിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ കണ്ടക്ടറിൽ നിന്ന് ഇൻസുലേറ്ററിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഇഫ് ദാറ്റ് ഒക്കേഴ്സ് it is known as the puncture. Puncture means dielectric breakdown of the insulator due to voltage surge. So once a puncture occurs, പിന്നെ ആ ഇൻസുലേറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻസുലേറ്റർ is permanently damaged. That is the case. So one thing is flashover. Flashover means air around the insulator ionizing and it is conducting. Then second one is the puncture. Puncture means insulator itself is conducting due to dielectric breakdown. Once puncture occurred, insulator is permanently damaged. So ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക.